ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ എ ക്യൂബ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം. സോ ടുഡേ വി ആർ അപ്ലോഡിങ് ഒരു ഔട്ടിംഗ് വീഡിയോ ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഇസ് ഭൂതത്താൻകെട്ട്. അപ്പോൾ നമ്മുടെ വീട് പുന്നേക്കാടാണ്. അവിടെ നിന്നൊരു ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മുടെ ഭൂതത്താൻകെട്ടിലേക്ക് ബൈക്കിനൊരു ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഒരു ക്വിക്ക് റൈഡ് പോയിട്ട് വരാം. ആസ് യു ക്യാൻ സീ, ഇത് ഒരു നൈറ്റ് റൈഡാണ്. അപ്പോൾ ഈ ടൈമിലൊന്നും അത്ര ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഭൂത്താൻകെട്ട് പോവുക, അവിടെ പോവുക, ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ബജ്ജിയൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത് വരാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഔട്ടിംഗ് വീഡിയോ, അതിൽ കൂടി നമുക്കൊരു സ്റ്റോറി കൂടി ബ്ലെൻഡ് ചെയ്ത് പറയാം. സോ ജസ്റ്റ് റിവൈൻഡ് ടു ഒരു 2016 ഫസ്റ്റ് ഞാൻ ഭൂത്താൻകെട്ടിൽ വരുന്നത്, ഡാം കാണുന്നത്. ബിക്കോസ് മൈ കസിൻസ് ഹൗസ് ഇവിടെ നിയർ ബൈ ആണ്. അപ്പോൾ അവിടെ വന്നു, ഭൂത്താൻകെട്ട് കണ്ടു, ഭയങ്കര എക്സൈറ്റഡായി. ബിക്കോസ് ഞാനൊരു വൈപ്പിൻകരക്കാരിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബീച്ചാണ് നമുക്ക് ഫെമിലിയർ. അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് അത് ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാറില്ല. പക്ഷേ എന്താണാവോ, ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് തട്ടത്തിൻ മറയത്തിലെ ഡയലോഗാട്ടോ ശരിക്കും ഓർമ്മ വരുന്നേ. അപ്പോൾ ഞാനെന്ന് പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ, കെട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാളെ കെട്ടാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭൂത്താൻകെട്ട് കാണാമല്ലോ. നോട്ട് ജസ്റ്റ് ഭൂത്താൻകെട്ട്, വടാട്ടുപാറ, പൂയംകുട്ടി, കുട്ടമ്പുഴ, പിന്നെന്താ തട്ടേക്കാട്, ഇങ്ങനെയൊക്കെ ഒത്തിരി സൂപ്പർബായിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റോറി. അങ്ങനെ ഞങ്ങൾ ഭൂത്താൻകെട്ട് പോയി, ഐസ്ക്രീമൊക്കെ കഴിച്ചു, ജസ്റ്റ് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, തിരിച്ചു വന്നു.